നമസ്കാരം. മുതിർന്ന പാർട്ടി നേതാക്കൾ CPM-ന് എന്നും കറിവേപ്പില പോലെയാണ്. അവരെ കൊണ്ട് പിന്നീട് ന്യൂജൻ നേതാക്കൾക്കും പിണറായി വിജയനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിമാർക്കും ഒരാവശ്യവുമില്ല. എന്നു മാത്രമല്ല, മുതിർന്ന നേതാക്കൾ അവർക്ക് ഭാരവുമാണ്. സഖാവ് VS അച്യുതാനന്ദൻ്റെയും സഖാവ് MM ലോറൻസിൻ്റെയും കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. G സുധാകരൻ്റെ കാര്യത്തിൽ നമ്മളത് കാണുന്നതാണ്. ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച സഖാവ് കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. സഖാവ് MM ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ എഴുതുന്നു: ഏറെ നാളുകൾക്ക് ശേഷം ഒരു സഖാവിനെ കണ്ടു കേട്ടു. തമ്പ്രാക്കളുടെ അടിമയാകാത്ത, തമ്പ്രാക്കളെ ഭയക്കാത്ത സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയുന്നു, പാർട്ടിയെ തകർക്കാൻ അതിൻ്റെ അകത്തുള്ളവർക്കേ കഴിയൂ എന്ന്. ശരിയാണല്ലോ. അകത്ത് ഒറ്റുകാരുണ്ടല്ലോ. ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നല്ലോ അവരുടെ ആൾക്കാർ AKG സെൻറ്ററിലുണ്ടെന്ന്. പാർട്ടിക്കാരെക്കുറിച്ചുള്ള പരദൂഷണങ്ങൾ പറയാൻ അകത്ത് ആളുകളുണ്ട്. അവരെയാണ് നേതാക്കന്മാർക്കിഷ്ടം. പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും കളഞ്ഞവർ പുറത്തേക്ക്. സഖാവ് കുഞ്ഞികൃഷ്ണൻ എഴുതിയ ബുക്കിൻ്റെ പ്രിൻ്റ് ഔട്ട് ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തിരുന്നു. ജില്ലാ സെക്രട്ടറി വായിച്ചിട്ട് പറഞ്ഞത് ഇത് ബോംബാണ്, പ്രസിദ്ധീകരിക്കരുത് എന്ന്. സഖാവ് MM ലോറൻസിനോട് എറണാകുളത്തെ തമ്പ്രാൻ കൽപ്പിച്ചത് ആത്മകഥയിലെ ചില ഭാഗങ്ങൾ തിരുത്തണമെന്നാണ്. നീ ആരാടാ എന്നോട് തിരുത്താൻ പറയാൻ എന്ന് സഖാവ് MM ലോറൻസ് ചോദിച്ചത് എനിക്കറിയാം. MM ലോറൻസിനെ പാർട്ടി പുറത്താക്കിയില്ല. പകരം കസ്റ്റഡിയിലെടുത്ത് 24 മണിക്കൂറും കാവൽ നിന്നു. രോഗീ പരിചരണം എന്ന പേരിൽ അവസാനം അനാട്ടമി ടേബിളിൽ എത്തിച്ചു. ഇതൊന്നും അറിയാതെ, അറിഞ്ഞിട്ടും പറയാതെ പ്രസിദ്ധ കഥ പറച്ചിലുകാരി സിന്ധു സൂര്യകുമാർ യഥാർത്ഥ്യങ്ങൾ കവർ ചെയ്ത് സ്റ്റോറി പറഞ്ഞത് CPKയും തമ്പ്രാക്കൾക്ക് സന്തോഷമായി. കുഞ്ഞികൃഷ്ണൻ സഖാവിനെക്കുറിച്ച് കവർ സ്റ്റോറി ഉണ്ടാകുമോ? സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇനി മുതൽ വർഗവഞ്ചകൻ, കുലം കുത്തി, പരനാറി, നികൃഷ്ടജീവി, സംഘീകൃഷ്ണൻ, കൊങ്ങികൃഷ്ണൻ, കള്ളകൃഷ്ണൻ എന്നൊക്കെ അറിയപ്പെടണമെന്ന കീഴ്ഘടകങ്ങൾക്ക് എന്നേ നിർദ്ദേശം പോയി കാണും. സഖാവ് കുഞ്ഞികൃഷ്ണൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ പറയും കോടികൾ ലഭിച്ചിട്ടാണ് പാർട്ടിയെ ഒറ്റിയതെന്ന്. മുൻ MLA സെൽവരാജിനെക്കുറിച്ചും ഇതേ ആരോപണം ഉയർത്തിയപ്പോൾ ഞാൻ ഒരു ഉന്നത നേതാവിനോട് ചോദിച്ചു, അയ്യേ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ വിലയുള്ളോ എന്ന്. നാണത്തോടെ ചിരിച്ചു. അവിടെ നിർത്തി ആ ആരോപണം. 50 വർഷങ്ങളായി ഒരു പാർട്ടിയിൽ, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ക്യാഷ് ഡീലിങ്ങിന് ഒരു സഖാവ് പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ തന്നെ കമ്മ്യൂണിസം ഫേക്ക് എന്നതിന് തെളിവല്ലേ? അല്ലെങ്കിലും മൂലധനം എഴുതിയ ആൾക്ക് ഭാര്യയുടെ ആൻറ്റി മരണപ്പെട്ടപ്പോൾ സന്തോഷമായി. ചങ്ങാതിക്ക് എഴുതിയിരുന്നല്ലോ, ഇച്ചിരി ഗോൾഡും പ്രോപ്പർട്ടിയും ആൻറ്റി വഴി ഭാര്യയ്ക്ക് ലഭിക്കും, കുറച്ചുനാൾ വീട്ടിൽ അല്ലലില്ലാതാവും, സമാധാനമായിരുന്നു എഴുതാമല്ലോ. ഭാവനകൾ, സ്വപ്നങ്ങൾ, രക്തസാക്ഷികളെ സൃഷ്ടിച്ച് രക്തസാക്ഷികളിലൂടെ വളർന്ന പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടി, മുതലാളി പാർട്ടിയായപ്പോൾ ഇനി പറയും സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ മക്കളോട്, നീയൊക്കെ പാർട്ടിയുടെ എച്ചിൽ നിന്ന് വളർന്നതല്ലേടാ. 50 വർഷം മുന്നേ വെറും കുഞ്ഞികൃഷ്ണൻ, സഖാവ് കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ഉറച്ച് പാർട്ടിക്കാരനായപ്പോൾ പാർട്ടി തൊഴിലാളികളുടെയും പാവങ്ങളുടെയും പാർട്ടിയായിരുന്നു. രക്തസാക്ഷികൾ അവർക്ക് ഉയിരായിരുന്നു. പക്ഷേ വെറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സ്പെഷ്യൽ മുതലാളി പാർട്ടിയായപ്പോൾ രക്തസാക്ഷികൾ FDI, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റായെന്ന്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് മാറി, ഞങ്ങൾ ജീവിക്കുന്നു രക്തസാക്ഷികളിലൂടെ എന്നായി. സഖാവ് കുഞ്ഞികൃഷ്ണൻ്റെ വീടിന് മുന്നിൽ സഖാത്തികൾ വക തിരുവാതിര നൃത്തവും മുദ്രാവാക്യം വിളിയും ഉണ്ടാകുമോ? ലാൽ സലാം സഖാവേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആശാ ലോറൻസ് ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു പാർട്ടി എന്ന ലേബൽ മാറ്റി അധോലോക സംഘം എന്ന വിശേഷണമായിരിക്കും ഇനി CPM-ന് യോജിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹവും ഇപ്പോഴും ചെങ്കൊടിയെ നെഞ്ചേറ്റി ജീവിക്കുന്ന അപൂർവം ചില യഥാർത്ഥ സഖാക്കളും മനസ്സിലാക്കി കഴിഞ്ഞു. സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നതു മാറ്റി കക്കുക, മുക്കുക, നക്കുക എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ഇന്നത്തെ CPM-ൻ്റെ പോക്ക്. എന്തായാലും മണ്ണെണ്ണ തീർന്ന് കരിന്തിരി കത്തുന്ന പാട്ടവിളക്ക് പോലെയാണ് CPM. കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കെട്ടുപോകും. പിന്നെയുള്ളത് കരിന്തിരി കത്തുന്ന രൂക്ഷഗന്ധം. ഏതാണ്ട് ആ ഗന്ധവും ഇപ്പോൾ വന്നു തുടങ്ങി. അതുകൂടി അങ്ങ് സഹിക്കാം, അത്രയേ ഉള്ളൂ.